നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്ത് പച്ചപ്പിൽ പൊതിഞ്ഞ നെൽപ്പാടത്ത് കൊയ്ത്തിനിറങ്ങിയ ഗ്രാമീണ സുന്ദരിയോ കൊല്ലങ്കോട്. കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് കുതിരാൻ തുരങ്കം കയറി വടക്കഞ്ചേരി നെന്മാറ വഴിയാണ് കൊല്ലങ്കോട് ലക്ഷ്യമാക്കിയുള്ള ഈ യാത്ര. പാലക്കാട് ടൗണിൽ നിന്നും വരുന്നവർക്ക് പുതുനഗരം വഴി കൊല്ലങ്കോട് എത്താവുന്നതാണ്. കൊല്ലങ്കോട് ടൗൺ എത്തി 1.5 കിലോമീറ്റർ കിഴക്കോട്ട് വരുമ്പോഴാണ് നെല്ലറകളുടെ നാടിൻ്റെ ഉള്ളറകളിലേക്കുള്ള ദൃശ്യവിരുന്ന് തുടങ്ങുന്നത്. പാലക്കാടിന്റെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്ന ഒരു കൊച്ചു കാർഷിക ഗ്രാമമായ കൊല്ലങ്കോട് ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടമാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചതോടെയാണ് പഴമയും ഗ്രാമീണതയും പ്രകൃതി വിസ്മയവും കൂടിച്ചേർന്ന ഈ നാടിനെ പലരും തിരിച്ചറിയാൻ തുടങ്ങിയത് തന്നെ. ചില മലയാള സിനിമകളിലും വന്നുപോയിട്ടുള്ള ഈ ഗ്രാമപ്രദേശത്തിന്റെ തനത് സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ 10 സ്ഥലങ്ങൾ പരിചയപ്പെടാം. നെൽപ്പാടങ്ങളും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി വരുന്ന എല്ലാ സ്ഥലങ്ങളുടെയും ലൊക്കേഷൻ മാപ്പ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ വ്യൂ പോയിന്റായ കുടിലിടം ഒരു പാടശേഖരമാണ്. ഒരാൾക്ക് 20 രൂപ പ്രവേശന പാസ് എടുത്താൽ കാഴ്ചകളോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും നെൽപ്പാടങ്ങളുടെ തനത് കാഴ്ചകളിലേക്കുള്ള ഒരു കവാടമാണ് ഇവിടെ നമുക്കായി തുറന്നു തരുന്നത്. കുടിലിടം എന്ന വിളിപ്പേരിൽ പാടത്ത് കൃഷിക്കാർ വിശ്രമിക്കുന്ന ഓലമേഞ്ഞ മാടങ്ങൾ ഇവിടെ കാണാൻ കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് അനുഭവമാണ്. നിഷ്കളങ്കമായ നാട്ടിൻപുറങ്ങൾ ഇക്കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ പിൽക്കാലത്തേക്ക് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന മനസ്സാണ് നമ്മൾ പലരുടെയും. നെൽവയലുകളുടെ പച്ചപ്പ് നിറഞ്ഞ ഈ ദൃശ്യങ്ങൾ കണ്ണിൽ പതിഞ്ഞാൽ നടന്നാസ്വദിച്ച് മനസ്സ് നിറയാതെ പോരാൻ തോന്നില്ല. അത്യാവശ്യം കാർ പാർക്കിങ്ങും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കൊല്ലങ്കോടിൻ്റെ ഉൾനാടൻ കാഴ്ചകളിലേക്ക് പോകുന്ന വഴി കണ്ട ഈ ഒരു ചെറിയ ക്ഷേത്രക്കാവിൻ്റെ അന്തരീക്ഷം അറിയാനായി ഒന്ന് വന്നു നോക്കി. പഴമയുടെ പൊലിമ അടയാളപ്പെടുത്തുന്നതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഈ ഓലമേഞ്ഞ കടയുടെ പേരാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ബ്രേക്ക്ഫാസ്റ്റും പരിപ്പോട പോലുള്ള രുചികരമായ നാടൻ പലഹാരങ്ങളും ഇവിടെ കിട്ടും. കടയുടെ നേരെ പുറകിലേക്കുള്ള റോഡ് ചെന്നെത്തുന്നത് അടുത്ത വ്യൂ പോയിന്റായ പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ്. കൃഷിവിളവുകൾ സംഭരിച്ച് സൂക്ഷിക്കുന്ന ഇടമാണ് കളം. പക്ഷേ ഈ കളത്തിൻ്റെ പശ്ചാത്തല സൗന്ദര്യം പകർത്താൻ ആരും കൊതിച്ചു പോകും. ഇത് തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന കാര്യവും.
നെല്ലിയാമ്പതി മലനിരകൾ മോഹിപ്പിക്കുന്ന ക്യാൻവാസിൽ ഒത്തുചേരുന്ന ഇവിടം വയൽ വരമ്പുകൾ നിറഞ്ഞതാണ്. മഴക്കാലത്ത് ഈ മലയിൽ നിന്ന് പതിക്കുന്ന കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ മറ്റൊരു കൺകുളിരണിയിക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കൂടുതൽ സഞ്ചാരികൾ വരാൻ തുടങ്ങിയതോടെ ഇവിടെ നാടൻ വിഭവങ്ങൾ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഒടിയനടക്കം പല സിനിമകൾ ചിത്രീകരിച്ച ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഏകലവ്യ ആശ്രമം പരിപാലിച്ചു പോരുന്ന ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇതുവരെ കണ്ട കാഴ്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു ലോകത്തേക്ക് എത്തിയ അനുഭവമായിരുന്നു ഈ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെട്ടത്. അതിന് കാരണം പടർന്ന് പന്തലിച്ച ഈ വലിയ പേരാൽ മരം തന്നെ. പ്രകൃതി തൻ്റെ കരങ്ങൾ താഴോട്ട് നീട്ടി നിന്ന് ഒരു ക്ഷേത്രമായി മാറിയ പ്രതീതി. ശീതളിമ പകരുന്ന ആലിൻ്റെ വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ താഴോട്ട് വീഴുന്ന സൂര്യകിരണങ്ങൾ ഒരു ഭാഗത്ത്, കറുപ്പസ്വാമിക്ക് ചാർത്തിയ വഴിപാടുകളും നേർച്ചകളുമായി ഭക്തർ മറുഭാഗത്ത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ കുട്ടികളോടൊപ്പം സമയം ചിലവിടാൻ എത്താറുണ്ടിവിടെ. ഉച്ചയൂണ് കഴിക്കാനായി എത്തിയത് ഹൃദയം സിനിമയിൽ ഹോട്ടൽ രംഗം ചിത്രീകരിച്ച അയ്യപ്പേട്ടൻ്റെ കടയിലാണ്. വെജിറ്റേറിയനും നോൺ വെജും അടക്കം ഊണ് ലഭിക്കുന്ന ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ വലിയ തിരക്കാണ്. തിരക്കൊഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടനെയും പരിചയപ്പെട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് തിരിച്ചു പോന്നു. കതിരണിഞ്ഞ നെൽപ്പാടം കുളിരണിയും കാഴ്ചയൊരുക്കുന്ന അരവിയേട്ടൻ്റെ താമരപ്പാടത്താണ് നാം ഇപ്പോൾ. പല സിനിമകളിലും നാം കണ്ടുമറന്ന ആ നെൽവയൽ ഓർമ്മകൾ ഇവിടെ പലരും ഫോട്ടോഷൂട്ട് ചെയ്ത് ആനന്ദിക്കുന്നു. ഈ നെൽപ്പാടത്തിൻ്റെ നോക്കത്താ ദൂരത്തേക്ക് ആ പാടവരമ്പിലൂടെ ഒരു പറവയെപ്പോലെ പറന്നിറങ്ങാം. അതെ, കരിമ്പനങ്ങൾ അങ്ങിങ്ങായി നിൽക്കുന്ന ഈ താമരപ്പാടത്ത് മലനിരകൾ കൂടി പശ്ചാത്തലത്തിൽ വരുമ്പോൾ ഈ ഗ്രാമീണ സുന്ദരിയുടെ സൗന്ദര്യം പതിന്മടങ്ങാവുന്നു. അവധി ദിനങ്ങളിൽ ഇവിടെ സഞ്ചാരികളുടെ വാഹനങ്ങളുടെ വലിയ നിര തന്നെയാണ്. താമരപ്പാടം കണ്ടുകഴിഞ്ഞ് നേരെ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ്. നെല്ലിയാമ്പതി മലകളിലെയും കാട്ടരുവികളിലെയും വെള്ളം കൂടിച്ചേർന്നൊഴുകി വരുന്ന ദൃശ്യമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. കൊടുങ്കാടും നെല്ലിയാമ്പതി മലനിരകളും പൊതിഞ്ഞു നിന്ന് ഒരു പ്രത്യേക വിസ്മയ ലോകം തീർക്കുന്ന ഇവിടെ വരുന്ന സഞ്ചാരികളോട് മുൻകരുതലിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ പ്രത്യേകം പറയട്ടെ. സന്ധ്യയാകും മുമ്പ് തന്നെ ഇരുട്ട് വീഴുന്ന വന്യമൃഗങ്ങൾ ഇറങ്ങാറുള്ള ഒരു വനമേഖലയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി ചെറിയ മഴ പെയ്താൽ പോലും വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് അസാമാന്യമായി കൂടി പാറയുടെ മറുഭാഗത്ത് കടന്നവർ ഒറ്റപ്പെടാറുള്ള സാഹചര്യങ്ങൾ ഇവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഏത് നിമിഷവും തെന്നി വീഴാവുന്ന നല്ല വഴുക്കലുള്ള ഒത്തിരി പാറകൾ തിങ്ങിക്കൂടി നിൽക്കുന്നതിനിടയിലൂടെയാണ്
പലരും അശ്രദ്ധമായി നടന്നു കയറിയും വെള്ളത്തിൽ ചാടിയും സാഹസികത കാണിക്കാറുള്ളത്. ആലോചിക്കാതെ ആവേശം കാണിച്ച് അപകടം ക്ഷണിച്ചു വരുത്തുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായി ഇവിടം ഒഴിവാക്കുക. വെള്ളരിമേട് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി പോകവെയാണ് ചരിത്ര പ്രാധാന്യമുള്ള തിരുകാച്ചാംകുറിശ്ശി പെരുമാൾ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒന്ന് കയറിയത്. ഈ ചരിത്രപ്രധാനമായ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ്. തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ വിദൂരതയിലെ മലനിരകൾക്ക് ഇവിടുന്ന് നോക്കിയാൽ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. സന്താനലബ്ധി, രോഗശാന്തി എന്നിവയ്ക്ക് വളരെ പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്ന ഇവിടുത്തെ പ്രധാന വഴിപാട് അന്നദാനമാണ്. 1970-കളിൽ മൺമറഞ്ഞ ഇവിടുത്തെ കാച്ചാംകുറിശ്ശി കേശവൻ എന്ന ആന അക്കാലത്ത് കേരളത്തിലെ ആനകൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയനായിരുന്നു. ഹരിതഭംഗി ചാർത്തി നിൽക്കുന്ന ഈ നെൽപ്പാടത്തിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ സാങ്കല്പികമായി തോന്നിയേക്കാം. പാടത്തിന്റെ മറുഭാഗത്ത് പടവലം പോലുള്ള കൃഷികളും കാണാം. പാലക്കാട് കാർഷിക ജീവിതത്തിന്റെ നേർചിത്രങ്ങൾ അവിടെയും ഇവിടെയുമായി കണ്ടുകൊണ്ട് എത്തിയ ഈ യാത്രയിലേക്ക് മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. പച്ചയായ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കളത്തിന്റെ പാറപ്പുറത്ത് ഉണക്കാനായി കൂട്ടിയിട്ടിരിക്കുന്നത്. അത് സംഭരിച്ചു വെക്കുന്നതും ഈ കാണുന്ന മുറിക്ക് അകത്ത് തന്നെ. കടുത്ത ചൂടിനെ വകവയ്ക്കാതെ ആ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ച് നടന്നു. നെല്ലിയാമ്പതി മലകളുടെ സൗന്ദര്യം കുറെ കൂടി അടുത്തു നിന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരിടമായ വെള്ളരിമേട് വ്യൂ പോയിന്റിലാണ് നാം എത്തിയിരിക്കുന്നത്. പാറയും പച്ചപ്പുമായി കൂടിക്കലർന്ന ഒരു പ്രദേശം. ചെറിയ നീർച്ചാലുകൾ പാറക്കല്ലിറങ്ങി നല്ല ശബ്ദത്തോടെ ഒഴുകി വരുന്നത് കാണാം. പല വഴിക്ക് തിരിഞ്ഞൊഴുകി പോകുന്ന ഈ ചാലുകൾ കടന്ന് മുകളിലോട്ട് കയറിയാൽ അടുത്ത വ്യൂ പോയിന്റായ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. മഴക്കാലത്ത് കുത്തിയൊലിച്ച് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം ഇവിടെ ആസ്വദിക്കാം. പക്ഷേ വന്നത് കാര്യമായി മഴ പെയ്യാത്തൊരു ദിവസമായതിനാൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആ കാഴ്ചയ്ക്ക് അവസരം കിട്ടിയില്ല. അവിടെയും ഇവിടെയുമായി നേർത്ത നീർച്ചാലുകൾ മാത്രമാണ് കാഴ്ചയായി അവശേഷിച്ചിരുന്നത്. ശക്തിയായി വെള്ളം കുത്തിയൊഴുകി വരാറുള്ള ഇവിടെയൊക്കെ വറ്റി വരണ്ട സ്ഥിതി ആയതിനാൽ തിരിച്ച് താഴോട്ട് തന്നെ നടന്നു.
താഴെ വെള്ളരിമയോട് വ്യൂ പോയിന്റിലെത്തിയപ്പോൾ പെയ്ത മഴ തോരും വരെ കയറി നിന്നത് ഈ നാടൻ കടയിലാണ്. സഞ്ചാരികളെ പ്രതീക്ഷിച്ച് ചെറിയ പെട്ടിക്കടകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട ഒരു ചെറിയ നാഗത്തറയാണിത്. കൊല്ലങ്കോട് ഉൾഗ്രാമത്തിൽ നിന്നും പുറത്തിറങ്ങി യാത്ര മുതലമടയിലേക്കാണ്. വെട്ടം എന്ന മലയാള സിനിമയിലെ ഒരു മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ പലരുടെയും ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. മുതലമട റെയിൽവേ സ്റ്റേഷനിലെ ആ ലൊക്കേഷൻ കാണുകയാണ് അടുത്ത ലക്ഷ്യം. ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിനെ വ്യത്യസ്തമാക്കും വിധം ഇവിടെ സൗന്ദര്യവൽക്കരണം നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഈ വലിയ മരങ്ങളുമായി പ്രകൃതിയുടെ തനതായ കരവിരുത് തന്നെയാണ്. ഉയരത്തിലിരിക്കുന്ന ഒരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സൺറൈസ് വ്യൂ പോയിന്റാണ് വാമല. കുഞ്ഞിരാമായണം, ഹൃദയം എന്നീ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകിട്ടോടെ ഈ യാത്രയിലെ അവസാന സ്പോട്ടായ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം എത്തിച്ചേർന്നു. പാറയിൽ കൊത്തിയ പടികൾ കയറിയെത്തിയത് ക്ഷേത്രനടയിലേക്കാണ്. പാറയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്ര പരിസരത്തിനും ഒരു പ്രത്യേക ഭംഗി തന്നെ. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ മയിലുകളെയും കാണുവാൻ സാധിക്കും. വിശ്വാസപ്രകാരം പാറയിൽ ഹനുമാന്റെ പാദസ്പർശമേറ്റതെന്ന് കരുതുന്ന ഒരു ഭാഗം ഇവിടെ കാണാം. ഉയരത്തിൽ നിന്ന് പാലക്കാടിന്റെ ഭംഗി ഒട്ടും തെറ്റില്ലാതെ കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ. നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഗ്രാമങ്ങളുടെ ഹൃദയമായ കൊല്ലങ്കോട് യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ച് നഗരത്തിന്റെ തിരക്കിലേക്ക്.